ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനേഷനും വളരെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടിരുന്നത്. ഇവിടെ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ വെക്റ്റർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ഓർമ്മ വേണം? വെക്റ്റർ സ്പേസ് ഡെഫിനേഷൻ ഓർമ്മ വേണം. അപ്പോഴേ നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ആ പ്രോപ്പർട്ടീസ്, ഡെഫിനേഷനിലെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ ആ ഡെഫിനേഷൻ ഒന്ന് പറയാം. വി സെറ്റ് ടു ഓപ്പറേഷൻസ് അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈങ് ദ പ്രോപ്പർട്ടീസ്, അല്ലേ? ഫസ്റ്റ്, യു പ്ലസ് വി ബിലോങ്സ് ടു വി, കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് സീറോ, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇത്രയായിരുന്നു അഡീഷണൽ ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്. പിന്നെ സ്കാലർ മൾട്ടിപ്ലിക്കേഷനായ പ്രോപ്പർട്ടീസ് കെ യു ബിലോങ്സ് ടു വി, കെ ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് കെ വി, കെ പ്ലസ് എം ഇൻറ്റു യു ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് എം യു, കെ ഇൻറ്റു എൽ യു ഇസ് ഈക്വൽ ടു കെ എൽ ഇൻറ്റു യു, ആൻഡ് ലാസ്റ്റ് 1 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു യു. ഇത്രേ പ്രോപ്പർട്ടീസ് ഉള്ളൂ. നമുക്ക് ഞാൻ ബോർഡിൽ എഴുതിയ സാധനങ്ങൾ സെറ്റ് ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ സ്റ്റാർട്ടിങ്ങിലുള്ള എക്സാമ്പിൾസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു തന്നെയാണ്. R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. സെറ്റ് ഏതാണ്? R2 ആണ്. ഏതായിരുന്നു R2? R2 ഈസ് ഈക്വൽ ടു R ക്രോസ് R ആണ്. റിയൽ നമ്പേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിൽ എലമെൻറ്റ്സ് ഒക്കെ ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. ഇതിൽ രണ്ട് മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? One is A1 plus B1 and the second is A2 B2. ഈ രണ്ട് വെക്റ്റേഴ്സൂടെ ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യുക? ദിസ് ഇസ് ഈക്വൽ ടു A1 plus A2, B1 plus B2. ക്ലിയർ? ഇനി ഇതേ വെക്റ്റർ എ ബി എന്നുള്ള വെക്റ്ററിനെ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കെ ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു കെ എ കെ ബി. ഈ രണ്ട് ഓപ്പറേഷൻ വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്, ദീസ് ടു ഓപ്പറേഷൻസ് satisfies all the conditions of a vector space. Okay, so R2 is a vector space under these two operations over R. ഈ ഓവർ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ വെക്റ്റർ സ്പേസ് ഡെഫിനേഷനിൽ ഒരു സ്കാലാർ കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നത് റിയൽ വെക്റ്റർ സ്പേസ് ആണ്. അതുകൊണ്ട് കെ എല്ലാം എന്തായിരിക്കും? കെ റിയൽ നമ്പർ ആയിരിക്കും. സോ R2 is a vector space over R. കൂടുതൽ പറയാനില്ലാത്ത സെക്കൻഡ് എക്സാമ്പിൾ R3. ആകെ ഒരു മാത്രമേ ഉള്ളൂ. ഇവിടെ പെയർ ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ ട്രിപ്ലറ്റ് ഉണ്ടാവുക. A1 B1 C1, A2 B2 C2. ഇതേ ഓപ്പറേഷൻസ്. സോ R3 is a vector space over R. ഇവിടെ ഒന്നും പറയുന്നില്ല. ജനറലി Rn is a vector space over R. ഓക്കെ, ഇപ്പോൾ R2 പറഞ്ഞു, R3 പറഞ്ഞു, R4 പറഞ്ഞില്ല, അസ്യൂം ചെയ്യാം R5 എക്സെട്രാ അങ്ങനെ പോയിട്ട് Rn ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ആറിലെ മെമ്പേഴ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? അത് ഓർഡേഡ് n ടപ്പിൾ ആയിരിക്കും. പെയർ ട്രിപ്ലറ്റ് പോയിട്ട് n ടപ്പിൾ ആയിരിക്കും. ഓക്കെ, സെയിം ഓപ്പറേഷൻ വെച്ചുകൊണ്ട് അത് വെക്റ്റർ സ്പേസ് ആണ് ഓവർ R. ഓക്കെ, ഇനി ഒരു കാര്യം, R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R എന്നല്ലേ പറഞ്ഞത്? വെദർ R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ C, കോംപ്ലക്സ് നമ്പേഴ്സ് C ഇല്ലേ, അത് ശരിയാണോ? R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ C ആണോ? ഈ ഓവർ R എന്ന് പറയുമ്പം നമ്മളെടുക്കുന്ന സ്കാലാർ കെ റിയൽ നമ്പേഴ്സ് എന്നാണ് വരിക. ഓവർ C എന്ന് പറയുമ്പം നമ്മളെടുക്കുന്ന സ്കാലാർ കെ എവിടെ നിന്നാണ് വരിക? കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് വരിക, അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ആറിന് പകരം C വെക്റ്റർ സ്പേസ് ആണോ നോക്കുകയാണേ. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി ഇങ്ങനെയായിരുന്നു, കെ ഇൻറ്റു യു ബിലോങ്സ് ടു വി എന്നായിരുന്നു. ബി നിങ്ങൾ ഏത് യു എടുത്തു കഴിഞ്ഞാലും സ്കാലാർ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ ഇൻറ്റു യു എവിടെ വേണം? ബിയിൽ വേണം. നമ്മൾ ആറിൽ വെരിഫൈ ചെയ്താൽ ഞാൻ ഈ ആറിന് പകരം സി കൊടുക്കാൻ പോകാം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റിലെ സി. അപ്പോൾ ഞാൻ ഈ കെ ചൂസ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? കോംപ്ലക്സ് നമ്പേഴ്സിനായിരിക്കും. അപ്പോൾ ഞാൻ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന് ഒരാളെ ചൂസ് ചെയ്യാണ്. അത് നമ്മുടെ ഐ ആണ്. ഐ കോംപ്ലക്സ് നമ്പർ അല്ലേ? ഇൻറ്റു യു. R2 എന്നല്ലേ യുവിനെ ചൂസ് ചെയ്യേണ്ടത്? R2 എന്ന് ഞാനൊരു 2,3 ചൂസ് ചെയ്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2i, 3i എന്നല്ലേ കിട്ടുക? ഇത് R2ലെ മെമ്പേഴ്സ് ആണോ?
R2 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൻ്റെ പെയറല്ലേ? ഇത് റിയൽ നമ്പേഴ്സിൻ്റെ പെയറാണോ? അല്ല, ഇത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഈ വന്ന കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഇത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പെയറാണ്. സോ ദിസ് വൺ ഡസ് നോട്ട് ബിലോങ്സ് ടു R2 ആണ്. സോ R2 ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് ഓവർ C. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ എ സെറ്റ് വിച്ച് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഏത് പറഞ്ഞാൽ മതി? R2 ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് ഓവർ C. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ C. ആ C 6 പറഞ്ഞ പോലെ C എടുക്കാം. C ഇങ്ങനെയൊക്കെ എഴുതാറ് C. സോ R2 ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് ഓവർ C. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എക്സാമ്പിൾ, അല്ലാത്തൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. R3 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ജനറലി Rn ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R ആണ്. ഇനി നോക്കൂ, ഈ Rnൽ ഓർഡേഡ് n ടപ്പിൾസ് അല്ലേ ഉണ്ടാവുക? അത് വെക്റ്റർ സ്പേസ് നമ്മൾ കണ്ടു. n ടപ്പിൾസ്, n ആൾക്കാരുണ്ടാവുക അതിൽ. ഇനി അത് R ഇൻഫിനിറ്റി ആണെങ്കിലോ? R ഇൻഫിനിറ്റി ആണെങ്കിൽ n ടപ്പിൾ അല്ല, A1 A2 A3 എക്സെട്ര അത് അവസാനിക്കില്ല. Rn അല്ല, R ഇൻഫിനിറ്റിയാണ്. അതുപോലെ മറ്റുള്ള എടുക്കാം, B1 B2 B3 എക്സെട്ര അവസാനിക്കില്ല. അപ്പോൾ Rn ഇൻഫിനിറ്റി എന്താ സാധനം? ഇറ്റ് ഈസ് ദ ഇൻഫിനിറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇൻഫിനിറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. അവിടുത്തെ രണ്ടുപേരെ എടുക്കുക. ഇത് രണ്ടുപേരെ ചൂസ് ചെയ്തു, ആഡ് ചെയ്തേ. എങ്ങനെ വരിക? A1 പ്ലസ് B1 A2 പ്ലസ് B2 A3 പ്ലസ് B3 എക്സെട്ര. സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് നമുക്കൊരു വെക്റ്റർ സ്പേസ് ആണെന്ന് കാണാം. കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും, അസോസിയേറ്റീവ് ആയിരിക്കും. സീറോ വെക്റ്റർ ഏതാ വരിക? 0 0 0 0 0 0 0 എക്സെട്ര, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടേംസ്. ഓക്കെ, സോ R ഇൻഫിനിറ്റി ഈസ് ഓൾസോ എ വെക്റ്റർ സ്പേസ് ഓവർ R. R ഇൻഫിനിറ്റി ഡിനോട്ട് ചെയ്യുന്നതാണ്, ഇറ്റ് ഈസ് ദ വെക്റ്റർ സ്പേസ് ഓഫ് ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഒരേ കാറ്റഗറി ആയിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇതാ, സീറോ വെക്റ്റർ സ്പേസ്. അത് എളുപ്പമാണ്. ഈ സീറോ വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോഴേ ആ സെറ്റിൽ ഒരൊറ്റ ആളേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? സീറോ മാത്രമേ ഉള്ളൂ. ഈ വെക്റ്റർ സ്പേസിന് ഒരാളേ ഉള്ളൂ. അപ്പോൾ അവിടെ രണ്ടുപേരെ എടുക്കാൻ പറഞ്ഞു, യുവിനും ബിനും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആരെ നമുക്ക് കിട്ടുള്ളൂ? യുവും സീറോ ആയിരിക്കും, ബിയും സീറോ ആയിരിക്കും. ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ ചോദിക്കട്ടെ, യു പ്ലസ് ബി എടുക്കുക. യു ആരാ? സീറോ. ബി ആരാ? സീറോ. സീറോ പ്ലസ് സീറോ എന്താ? സീറോ. അതാ സെറ്റിലുണ്ട്. ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ആണോ? യു പ്ലസ് ബി ഈക്വൽ ടു വി പ്ലസ് യു ആകുമ്പോഴേ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇവിടെ യു സീറോ ആണ്, വിയും സീറോ ആണ്. സോ സീറോ പ്ലസ് സീറോ ഈക്വൽ ടു സീറോ പ്ലസ് സീറോ. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. സീറോ വെക്റ്റർ സീറോ തന്നെയാണ്. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് ദിസ് വെക്റ്റർ സ്പേസ് ഈസ് നോൺ ആസ് ദ zero vector space. So the vector space consisting of only the zero vector is known as the zero vector space. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അടുത്തത്, the vector space of 2x2 matrices. 2x2 റിയൽ മെട്രിസസ് ആണ്. 2x2 റിയൽ മെട്രിസസ്. ഇപ്പോഴാണ് മെട്രിക്സ് റിയൽ ആവുക. മെട്രിക്സിനകത്തുള്ള എൻട്രീസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ റിയൽ മെട്രിക്സ് ആണ്. 2x2 മെട്രിസസ് അല്ലേ? അപ്പോൾ നമുക്കിതിൽ രണ്ടുപേരെ ചൂസ് ചെയ്യാം. A1 A2 അങ്ങനെ എടുക്കാം നമ്മൾ. നോക്കട്ടെ, A11 A12 A21 A22. 2x2 മെട്രിക്സ് അല്ലേ? ഇങ്ങനെ എടുക്കാൻ കാരണം ഫസ്റ്റ് റോ സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം അങ്ങനെ തന്നെ. ഇതുപോലെ ഇവിടെ മറ്റൊരു നമ്പർ എടുക്കും, B11 B12 B21 B22. ഈ രണ്ട് മെട്രിക്സ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A11 പ്ലസ് B11, so A11 plus B11, A12 plus B12, A21 plus B21, A22 plus B22 അങ്ങനെ കിട്ടും. ഇത് വീണ്ടും ഒരു 2x2 മെട്രിക്സ് അല്ലേ? സോ യു പ്ലസ് ബി ബിലോങ്സ് ടു ബി ആണ്. അതുപോലെ മെട്രിക്സിൻ്റെ കേസിൽ നമുക്കറിയാം എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് അഡീഷൻ അസോസിയേറ്റീവാണ്, തേർഡ് പ്രോപ്പർട്ടി. ഏതാ സീറോ വെക്റ്റർ കിട്ടുക? ഇവിടെ എല്ലാം സീറോ നിങ്ങളാക്കി നോക്കിയാൽ 0 0 0 0. അപ്പോൾ ഇതിനെ നിങ്ങൾ 0 0 0 0 ആഡ് ചെയ്താൽ ഇതേ മെട്രിക്സ് അല്ലേ കിട്ടുക? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്, എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. യു ക്യാൻ വെരിഫൈ. ആൻഡ് ഹെൻസ് ദ വെക്റ്റർ സ്പേസ് ഓഫ് ഓർ ദ സെറ്റ് ഓഫ് ഓൾ 2x2 റിയൽ മെട്രിസസ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ആ വെക്റ്റർ സ്പേസ് നമ്മൾ നൊട്ടേഷൻ എങ്ങനെയാണ് കൊടുക്കുക? M22.
It is the vector space of all 2 by 2 real matrices. ജനറൽ കേസ് ഇത് 2x2 തന്നെയാണെന്ന് ഒരു നിർബന്ധമില്ല. എങ്ങനെയാക്കാം? നമുക്ക് m/n മെട്രിസസ് ആക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാ റിയൽ m/n മെട്രിസസിൻ്റെയും സെറ്റ് കൺസിഡർ ചെയ്യുക. ഇതുപോലെ പ്ലസ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുക. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? ഇങ്ങനെ മെട്രിക്സ് എഴുതും. ABCD എന്നുള്ള 2x2 മെട്രിക്സ്. ഇതിങ്ങനെ ഒരു സ്കാലർ റിയൽ നമ്പർ k കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഓപ്പറേഷൻ വരിക KA KB KC KD. ഈ ഓപ്പറേഷൻ വെച്ചുകൊണ്ട് അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. അതുപോലെ ഇവിടെയും ആകെ മാറ്റതേ ഉള്ളൂ. ഇവിടെ 2x2 ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണത്? m/n ആണ്. It will be a vector space and that vector space is denoted by m. ഇങ്ങനെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാറുണ്ട്, m/n. ക്ലിയർ? ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്ത കുറേ വെക്റ്റർ സ്പേസസിനെ പരിചയപ്പെടുത്തുക ചെയ്തത്. അതിനിടയിൽ a set which is not a vector space കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? R2 is not a vector space over C. ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ കാണാം. അതോടുകൂടെ നമുക്ക് ഈ സെക്ഷൻ കഴിയും.